മമ്മി പറഞ്ഞതല്ലേ വീട്ടിൽ അനിയത്തിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് പോലെയാണെന്ന്. അതെ മമ്മി, അതല്ല എഴുതി വെച്ചത്. ഇതെല്ലാമാണ് അനിയത്തിക്ക് ഗിഫ്റ്റ് കിട്ടിയത്. അതാ ഞാൻ എഴുതിയത്. കഷ്ടം തന്നെ. ഇനി അടുത്ത ചോദ്യം, ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണമെങ്കിൽ എന്ത് ചെയ്യണം മോളെ? അതിന് പാപം ചെയ്യണം, അത്രയുള്ളൂ. എന്തായാലും ഇത്രയൊക്കെ ആയി. ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട്, അതോടെ ചോദിക്കാം. ചിന്നു, യേശുവിന്റെ ഉപമയോ അത്ഭുത പ്രവൃത്തിയോ വിവരിച്ചെഴുതുകയാണ്. അത് ഞാൻ നന്നായി എഴുതി. വലിയ ചോദ്യമായതുകൊണ്ട് വലിയ ആൻസർ എഴുതി. നന്നായി എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ആൻസർ ഞാൻ വായിക്കാം. യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് ഒരു മനുഷ്യൻ പോകുകയായിരുന്നു. വഴിയിൽ കൊള്ളക്കാർ പതിയിരിപ്പുണ്ടായിരുന്നു. ഓടി വന്ന് ഈ മനുഷ്യനെ ആക്രമിച്ചു. ടിഷു ടിഷു. പിന്നെ അവർ ഈ മനുഷ്യനെ കഷ്ണം കഷ്ണമാക്കി അവിടെ ഇട്ടു. ചിലത് നല്ല സ്ഥലത്ത് വീണു, ചിലത് പാറമേൽ വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് കിളികൾ കൊത്തിക്കൊണ്ടുപോയി. ശേഷിച്ച 12 കൊട്ട നിറച്ചു. അതിലൊരു കൊട്ട ഇസ്കരിയോത്ത് യൂദ കൊണ്ടുപോയി. ദേവാലയത്തിൽ കാളകളെയും ആടുകളെയും വിൽക്കുന്നവർക്ക് 30 വെള്ളിക്കാശിന് വിറ്റു. എന്തായാലും നല്ല ഉത്തരങ്ങളാണ്. നീ ബാക്കി കൂടി വായിക്കണോ സിസ്റ്റർ? ഓ മതി മതി, ഇവളെല്ലാം എഴുതിയെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല പാസ്റ്ററെ. ക്ഷമിക്കണം ബുദ്ധിമുട്ടിച്ചത്. സാരമില്ല സിസ്റ്റർ, ഓട്ടെ. ഇപ്പോൾ മനസ്സിലായില്ലേ മോൾ ഒന്നും എഴുതിയിട്ടില്ല എന്ന്? സഹോദരി, കുട്ടികളെ പഠിപ്പിക്കേണ്ട വിധം പഠിപ്പിക്കുക, വേദോപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. പ്രിയമുള്ളവരെ, ബാലൻ നടക്കേണ്ടുന്ന വഴിയെ അവനെ അഭ്യസിപ്പിക്കുക. കുഞ്ഞുങ്ങളോട് ഉള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കാതെ ഇരിക്കുക. ലോകത്തിന്റെ വിജ്ഞാനം പഠിപ്പിക്കാൻ എടുക്കുന്ന സമയത്തിന്റെയും ശ്രമത്തിന്റെയും ഒരംശം വേദപഠനത്തിന് മാതാപിതാക്കൾ ചെലവഴിച്ചാൽ പുതിയ തലമുറ ദൈവകൃപയിൽ ആശ്രയിച്ചു വളരും. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടുകൂടെ വേണ്ടതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. നല്ല അടക്കം പ്രതീക്ഷിച്ച് നിത്യജീവൻ നഷ്ടപ്പെടുത്തിയാൽ നല്ല ഉയർപ്പ് നമുക്ക് നഷ്ടമാകും. ദൈവവചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരുന്നാൽ മാത്രമേ മുൻപോട്ടുള്ള യാത്ര ഫലപ്രദമാകൂ. അല്ലാഞ്ഞാൽ മണൽമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധികെട്ട മനുഷ്യന്റെ വീടിന് സംഭവിച്ചത് നമുക്ക് ഒരു മുന്നറിയിപ്പായി എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും.